നമസ്കാരം സുഹൃത്തുക്കൾക്ക്, നിങ്ങൾക്കറിയാം പലവ്യഞ്ജനത്തിനെല്ലാം തീ വിലയായിക്കൊണ്ടിരിക്കുകയാണ്. അത് കടക്കാരുടെയോ കൃഷിക്കാരുടെയോ കുഴപ്പമല്ല. അരി, മുളക്, പയറ്, ഉഴുന്ന്, തൂരപ്പരിപ്പ്, കടല, എന്തിനു പറയുന്നു, പിണ്ണാക്കിന് വരെ ഭയങ്കര വിലയാണ്. ഈ വില കൂട്ടുന്നതൊന്നും തന്നെ സാധാരണക്കാരല്ല. ഈ വില കൂട്ടുന്നതെല്ലാം തന്നെ നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അറിഞ്ഞിട്ടാ. കാലടിയിലൊക്കെ അരിക്ക് വില കൂട്ടുമ്പോൾ 1 കിലോമേ 2 രൂപ കൂട്ടുമ്പോൾ പാർട്ടി ഓഫീസുകളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രങ്ങളിലേക്ക് കോടികൾ ചെന്നാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇന്ന് നിയമസഭയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളെല്ലാം വാക്കൗട്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞു. ഒരു ദിവസം നിയമസഭയിൽ നിന്നും ഇവർ ഇറങ്ങിപ്പോകുമ്പോൾ 30 ലക്ഷം രൂപയോളം നഷ്ടമുണ്ട് നമുക്ക്. എങ്ങനെയാണെന്നറിയോ? 140 MLA-മാർക്ക് കൊടുക്കുന്ന TADA, നിയമസഭയുടെ എയർ കണ്ടീഷൻ, അവരുടെ ഭക്ഷണം, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം എല്ലാം കൂടി നോക്കുമ്പോൾ നിയമസഭയിൽ നിന്നും 140 MLA-മാരും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ വാക്കൗട്ട് ചെയ്യുമ്പോൾ, പുറത്തിറങ്ങി പോകുമ്പോൾ നമുക്ക് 30 ലക്ഷം രൂപ നഷ്ടമാണ്. ഈ 30 ലക്ഷം രൂപയാണ് അരിയിലും മുളകിലും കരണ്ടിലും വെള്ളത്തിലും നമ്മുടെ വീടിന്റെ നികുതി കരങ്ങളായി, ടാക്സുകളായി നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നത്. അല്പം മാന്യതയും ഉളുപ്പുമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരോടും ഭരണകക്ഷികളോടും പറയുകയാണ്, നിങ്ങൾ നിയമസഭയിൽ നിന്ന് വാക്കൗട്ട് ചെയ്യുമ്പോൾ 5000-7000 രൂപ നിങ്ങൾ വാങ്ങിക്കുന്ന TA അതെങ്കിലും തിരിച്ച് ഖജനാവിലേക്ക് അടക്കണം. ആ പെറ്റ് കിടക്കണ പൂച്ചയെലിയും അവിടെ നിന്ന് എണീറ്റ് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നിയമസഭയിൽ നിന്ന് വാക്കൗട്ടൊക്കെ നടത്തുന്ന വെറും നാടകങ്ങളാണ്. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന പിരിവ് ആര് തന്നെന്ന് വ്യക്തമാക്കണമെന്ന്. അത് നിങ്ങൾക്കുള്ള ഒരു അടിയാണ്. രാഷ്ട്രീയ പാർട്ടി പന്നി വളർത്തുന്നില്ല, കോഴി വളർത്തുന്നില്ല, പശു വളർത്തുന്നില്ല, നിങ്ങൾക്ക് തെങ്ങും തോപ്പുകളില്ല. പക്ഷെ എവിടെ നിന്നുണ്ടാവുന്നു ഈ കോടികൾ? അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ എന്താണ് പരിപാടി. രാഷ്ട്രീയം ഒരു കച്ചവടമായ സ്ഥലത്താണ് ഈ പ്രശ്നങ്ങൾ. ഞാൻ ഏതായാലും ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പലചരക്ക് സാധനങ്ങൾ മേടിക്കാനാണ് വന്നിരിക്കുന്നത്. ചേച്ചി നമസ്കാരം. നമുക്ക് അരി എന്താ വില? നല്ല അരി, നല്ല കുത്തരി എന്താ വില? 54. അതെനിക്കൊരു 10 കിലോ എടുത്തോ. 29 രൂപക്കാണ് ഈ നല്ല കുത്തരി 2020 കൊടുക്കുന്നത്. അല്ലെങ്കിൽ മില്ലിൽ നിന്നൊക്കെ ഇത് വരുമ്പോഴേക്കും ഒരു 30-35 ഉള്ളു. കർഷകന് ഒരു 25 രൂപ കൂടുതൽ കിട്ടാറില്ല. ഇടനിലക്കാർ, ബ്രോക്കേഴ്സാണ് ഇത് അടിച്ചു മാറ്റുന്നത്. ചേച്ചി തൂരപ്പരിപ്പുണ്ടോ? എന്താ വില? 170. 1 കിലോ തൂരപ്പരിപ്പിന്റെ വില 170 രൂപ. ഉഴുന്ന 1 കിലോ ഉഴുന്നിന്റെ വില 150 രൂപ. പിന്നെ കടല 1 കിലോ 90 രൂപ. പഞ്ചസാര കിലോ 44 രൂപ. 2020 കൊടുക്കുന്നത് 20 രൂപ കിട്ടാം. അത് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവിടെ CSR കൂടിയാ. ബാക്കി മുതലാളിമാരുടെ CSR ഫണ്ട് എവിടെയാണ് പോണ പുട്ടടിക്കണം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ തപ്പിയാൽ മതി. ഏതായാലും ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞതൊക്കെ 1/4 കിലോ വീതം എടുത്താൽ മതി. അരി മാത്രം 10 കിലോ എടുത്തോ, തിന്നാണ്ട് പറ്റൂലല്ലോ. ബാക്കിയെല്ലാം 1/4 കിലോ മതി. എടാ മോനെ, നീ സഞ്ചി എടുക്കണ്ട. സഞ്ചി എടുത്ത് ഇനി സാധനം മേടിക്കാൻ പറ്റില്ല. മലയാളി മണ്ണ് തിന്നാനുള്ള സമയമായി, മലയാളി മണ്ണ് വാരി തിന്നാനുള്ള സമയമായി. അല്ലെങ്കിൽ മക്കളെ രാഷ്ട്രീയത്തിൽ വിടുക. 8ാം ക്ലാസ് കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് വലിച്ചു കീറിക്കളയുക, ബെഞ്ചുമ്മ ചാടിക്കളിക്കുക, മാഷിന്റെ പള്ളക്കെട്ട് കുത്തുക. അവൻ വിദ്യാഭ്യാസ മന്ത്രിയാവും, അവൻ ഏതെങ്കിലും മന്ത്രിയാവും. അതേ സ്ഥാനത്ത് നിങ്ങളുടെ മക്കളെ MBA-യും എഞ്ചിനീയറും ഡോക്ടറും പഠിപ്പിച്ചാൽ അവനെ വിദേശത്തേക്ക് പറഞ്ഞു വിടേണ്ടി വരും, അല്ലെങ്കിൽ കക്കാൻ പഠിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് 8ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേരെല്ലാം തന്നെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ വലിച്ചു കീറി ഒരു കൊടിയും ഉണക്ക വടിയുമായി പുറത്തോട്ടിറങ്ങിയാൽ അവൻ സുഖമായി ജീവിക്കും. മലയാളി മണ്ണ് വാരി തിന്നാൻ പോവാണ്. പണ്ടാറമൊടുങ്ങാൻ നാം കൊണ്ടുവന്ന സഞ്ചി നിറക്കാൻ പറ്റില്ല. കാശാണെങ്കിൽ 3 മാസം മുമ്പ് കൊടുത്തതിലും കൂടുതൽ ഇപ്പോൾ കൊടുക്കുന്നു. അതുകൊണ്ട് എല്ലാം ഞാൻ 1/4 കിലോ മേടിക്കുകയാണ്. അപ്പം നീ സഞ്ചി എടുക്കണ്ട, നമുക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാം. നമ്മളെ പോക്കറ്റിലാക്കിയ, കിറ്റിലാക്കിയ ഭരണം തിരിച്ചറിയുക. എല്ലാ മലയാളികൾക്കും നല്ലത് വരട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കർത്താവ് പോലും തോറ്റിരിക്കുകയാണ്. കണക്ക് കൂട്ടുമ്പോൾ കോടികളുടെ വ്യത്യാസം, കോടികളുടെ അഴിമതി, വീണ തേങ്ങ പറക്കുന്ന, വീണ മാങ്ങ പറക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ആരോട് എന്ത് പറയാൻ? ഉളുപ്പ് ലേശമുണ്ടെങ്കിൽ, നാണം ലെവലേശമുണ്ടെങ്കിൽ അഴിമതി നിർത്തുക, രാജ്യത്തെ രക്ഷിക്കുക. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.